ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലെസ് ലോയറിൻ്റെ 12th എപ്പിസോഡാണ്. സോ ഇതും കൂടി കൂട്ടിയിട്ട് നമുക്കിനി 5 എപ്പിസോഡ്സ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. സോ ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും ബൊങ്ങും ജഡ്ജ് ഷായും ഓജും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ ഇങ്ങനെ ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ജഡ്ജ് ഷാക്കെതിരെ ബൊങ്ങും ജയും കൂടിയിട്ട് സബ്മിറ്റ് ചെയ്ത ഒരു എവിഡൻസ് ഫേക്ക് ആണെന്നും അതുകൊണ്ട് തന്നെ താൻ എന്തായാലും സുപ്രീം കോർട്ടിലെ ആ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് തന്റെ പേര് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റിൽ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ഇതിനു മുമ്പത്തെ ഒരു കേസിൽ അവൾ തൂക്കിക്കൊന്ന ഒരു പ്രതിയുടെ പപ്പ വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് അവളുടെ മേത്തേക്ക് എറിഞ്ഞ് അവളെ ഇൻജോർഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ടി.വിക്കോടെ ഇക്കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഓജുവിന് അവളുടെ പ്ലാനുകളൊക്കെ മനസ്സിലായെങ്കിലും മേയർ ആയതുകൊണ്ട് തന്നെ അവളെ ഒന്ന് കാണാനായിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു ലോ ഫോമിലാകട്ടെ ജഡ്ജ് ഷാ ഇതുവരെ ചെയ്തു കൂട്ടിയ ക്രൈംസിനെല്ലാം അവൾക്കിപ്പോൾ പണിഷ്മെന്റ് കിട്ടിയോണ്ടിരിക്കുകയാണെന്ന് ബാക്കി എല്ലാവരും പറയുമ്പോൾ ഇത് ശരിക്കും അങ്ങനെയല്ലെന്നും ഇത്രയും നാള് ജഡ്ജ് ഷാ ഒരു സസ്പെക്ട് ആയിരുന്നെങ്കിൽ ഇനി അവൾ ഒരു വിക്ടിമായി മാറുമെന്നും ബൊങ് പറയാണ്. കാരണം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്നുള്ള ഒരു കാരണം വെച്ചിട്ട് അവൾ ഇനി ആൾക്കാരുടെ സിമ്പതി തേടുന്നു. മാത്രമല്ല ഇങ്ങനെ പുതിയൊരു കേസ് വന്നതുകൊണ്ട് അവളുടെ ആ ഒരു പിക്ചേഴ്സിനെ പറ്റി ജനങ്ങൾ പയ്യെ മറന്നു പോകുന്നു ബൊങ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഓജു ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തെല്ലാം ജഡ്ജ് ഷായ്ക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ എന്ന് ആശംസിച്ച് എത്തുന്ന അവളുടെ ഫാൻസ് ആണ്. അതിലാദ്യം തന്നെ ജയുടെ അച്ഛനുള്ളതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ജഡ്ജ് ഷാനെ മീറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ ബോധമൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിലും എനിക്ക് ബോധമൊന്നും വന്നിട്ടില്ലെന്നും ഹെൽത്ത് വൈസ് താൻ ഒട്ടും ഓക്കെ അല്ലെന്നും റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറയാനായിട്ട് ഇപ്പൊ ജഡ്ജ് ഷാ ഓജുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതും ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടും സിമ്പതിയൊക്കെ കിട്ടാനായിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന ഒരു ട്രിക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയത്ത് തന്നെ ബൊങ്ങും കൂട്ടരെല്ലാരും കൂടിയിട്ട് അന്ന് നടന്ന ആ ഒരു ഇൻസിഡന്റിന് ഇപ്പൊ പല പല ക്യാമറ ആംഗിളിലൂടെ നോക്കുമ്പോൾ ശരിക്കും അന്ന് ആ ഒരു പ്രതിയുടെ അച്ഛൻ അവളുടെ നേരെ വരുന്നത് അവൾ കണ്ടതാണെന്നും അവിടെ നിന്ന് ഓടി മാറാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നിട്ടും അവൾ അത് ചെയ്യാത്തത് അങ്ങനെ അവൻ അവൾ എന്തെങ്കിലും ചെയ്ത് അവൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റാണെങ്കിൽ അത് അവൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് മുമ്പ് വന്ന ആ ഒരു ഫോട്ടോനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ മനഃപൂർവ്വം മറന്നു പോകാനായിട്ട് വെറും ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തതാണെന്ന് ഇപ്പൊ ബൊങ്ങിനും കൂട്ടർക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തെ മറ്റൊരു പ്രശ്നത്തോട് അവൾ സോൾവ് ചെയ്യാണ് ചെയ്തത്. അതേ സമയത്ത് തന്നെ അന്ന് രാത്രി ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവളുടെ പ്ലാൻ പ്രകാരം തന്നെ ഓൺലൈൻ മീഡിയയിൽ പല ആൾക്കാരും അവൾക്ക് ഫേവറബിൾ ആയിട്ട് വന്നിട്ട് അവൾ ആരോ കൊല്ലുന്നത് പോലെ ഉണ്ടായിട്ടുള്ള ബൊങ്ങ റിലീസ് ചെയ്ത ആ ഒരു ഫോട്ടോസ് എല്ലാം ഇപ്പൊ ഫേക്ക് ആണെന്ന് മീഡിയക്കാര് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ പ്ലാൻ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു സന്തോഷത്തിൽ അവൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ലോ ഫോമിൽ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നതിനിടയിൽ തന്നെ ജെയ് ബൊങ്ങിന്റെ അടുത്ത് കുറെ സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തലേന്ന് ജെയ്യുടെ അമ്മ അവനെ കണ്ട് അവളെ ഇനിയും ആപത്തിൽ പെടുത്തരുതെന്നും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഔട്ട് ചെയ്യാനും പറഞ്ഞതുകൊണ്ട് അവളോട് ഇപ്പൊ ബൊങ് ഇത്തിരി ഡിസ്റ്റന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് എന്താ കാര്യം എന്നറിയാതെ ജെയ്യും ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ബൊങ്ങിന് എന്ത് പറ്റിയെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളെ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പറിന്റെ ഒക്കെ ഒരു എഡിറ്ററും പ്രോസിക്യൂട്ടറും കൂടിയിട്ട് ഇപ്പോൾ ജഡ്ജ് ചായനൊക്കെ വന്ന് കണ്ടിട്ട് അവളെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാക്കിയ ആൾക്ക് മാക്സിമം പണിഷ്മെന്റ് തന്നെ കൊടുക്കുമെന്ന് അവർ പറയുമ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ടേഴ്സിനൊക്കെ വിളിക്കാനായിട്ട് ഇപ്പോൾ അവൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ നേരെ പോകുന്നത് അവളെ ഇങ്ങനെ ആക്രമിച്ച ആ പ്രതിയുടെ എല്ലാം അച്ഛനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ റിപ്പോർട്ടേഴ്സിന്റെയും അതുപോലെ ചാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജെയിന്റെ അച്ഛനടക്കം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് ക്രൗഡിന്റെയും ഇടയിൽ വെച്ചിട്ട് അയാള് അങ്ങനെ ചെയ്തത് അയാളുടെ മകനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നും അല്ലാതെ എന്നോടുള്ള ഒരു ദേഷ്യം കൊണ്ടല്ലെന്നും ആ ഒരു പാരന്റലായിട്ടുള്ള ഇമോഷൻസ് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെയുള്ള പണിഷ്മെന്റ് എല്ലാം പിൻവലിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു സമയത്ത് ബൊങ്ങും കൂട്ടരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വിചാരിച്ചിരിക്കുന്നത് ജഡ്ജ് ചായയുടെ ആ ഒരു ലോയാലിറ്റിയും സ്നേഹമൊക്കെ കാരണമാണ് അവള് ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്നാണെങ്കിലും ശരിക്കും ഇതൊക്കെ അവളുടെ വെറും അഭിനയാണെന്നും അവളുടെ ആ ഒരു ഫോട്ടോ മറച്ചു വെക്കാനായിട്ടുള്ള അവളുടെ ഒരു ഐഡിയാസ് ആണ് ഇതെന്നും ബൊങ്ങിനും ജയിക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയം ജയ് ആകട്ടെ എന്തുകൊണ്ടാണ് ബൊങ് ഇപ്പൊ തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിച്ച് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ലോൺ ഷാർക്കിന്റെ സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് ചില സമയത്ത് മെൻ അങ്ങനെയാണെന്നും അവരൊന്ന് ഓക്കെ ആവാനായിട്ട് കുറച്ച് ടൈമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് അവളെ കൺസോൾ ചെയ്യിപ്പിക്കും. ഇതേ സമയത്ത് ജെയ്യുടെ അമ്മയുടെ കാര്യങ്ങളും ജെയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇപ്പോഴും അവളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബൊങ്ങിന് വളരെ വിഷമമൊക്കെ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെല്ലാം അവർ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ജെയ്യുടെ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടെന്നും അവൻ അവന്റെ അസിസ്റ്റന്റിനോട് റിവീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അടുത്ത സീനിൽ ഈ ഒരു ഡ്രാമയിൽ പല എപ്പിസോഡിലായിട്ട് നമ്മൾ ഓൾറെഡി ആ ഒരു ബ്ലാക്ക് ചെറിയ നോട്ട്ബുക്കിന്റെ കാര്യം കണ്ടതാണ്. ഇതിന്റെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ബൊങ്ങിനെ ഈ സിയോങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിച്ചതും ആ ഒരു ബ്ലാക്ക് ബുക്ക് തന്നെയായിരുന്നു. കാരണം അതിലായിരുന്നു ജഡ്ജ് ചായും ഓജുവും ചെയ്ത
സകല ക്രൈംസിന്റെയും ലിസ്റ്റും ഡീറ്റെയിൽസും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ബുക്ക് ഒരു പക്ഷെ ജെയ്യുടെ അമ്മയായിരിക്കും അയച്ചത് എന്നുള്ള സംശയത്തില് ബോങ് പ്രൈവറ്റായിട്ട് ജെയ്യുടെ അമ്മയെ കണ്ടിട്ട് ഈ ബുക്ക് നിങ്ങളാണോ എനിക്ക് അയച്ചതെന്ന് അവളുടെ അടുത്തേക്ക് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ആ ഒരു ബുക്കൊക്കെ വായിച്ച് നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് ഞാനല്ല സെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ അത് കേട്ട് ബോങ് വളരെ ഷോക്ഡ് ആയിട്ട് പോവാണ്. കാരണം ജഡ്ജ് ചാക്കും ഓജുവിനെതിരെയും ഉള്ള ഇത്രയും തെളിവുകളൊക്കെ തങ്ങൾക്ക് തരാനായിട്ട് വേറെ ആരാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ച് അവൻ ആകെ അവന്റെ തല പുകയ്ക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഓജു വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗോൾഡൻ സിറ്റി എന്ന് പറയുന്ന പ്രൊജക്ട് ഇപ്പൊ പ്രൊസീഡ് ചെയ്യാതെ അത് ഹോൾഡിലേക്ക് വെച്ചിരിക്കുകയാണെന്ന് ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് ഇതൊന്നും അറിയാതെ ഓജു ആ ഒരു ഗുണ്ടാതലവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും ജഡ്ജ് ഷാ ആ ഒരു പ്രൊജക്ട് ഇപ്പൊ ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്നും ഇവര് ജഡ്ജ് ഷാനെ എപ്പോഴൊക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചോ അപ്പോഴൊക്കെ ഇവള് കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെന്നും ഓജു അറിയുന്നത്. അങ്ങനെ ഇതിന്റെ ദേഷ്യത്തിൽ അവൻ പെട്ടെന്ന് തന്നെ ജഡ്ജ് ഷാനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ ജഡ്ജ് ഷായും പിന്നെ ഒരു വക്കീലും ഒരുമിച്ച് സംസാരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പിന്നീട് അവൻ ജഡ്ജ് ഷായുടെ അടുത്ത് ഇതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ ഹോൾഡിൽ വെച്ചിരിക്കുന്നതെന്നും ഇതിന്റെ പുറകിൽ ഞാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണെന്നും അവളോട് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ലോയർ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ മേയറാക്കിയത് ജഡ്ജ് ഷായല്ലേ എന്ന് അവനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു സമയത്താക്കട്ടെ ജഡ്ജ് ഷാ ഈ ഒരു പ്രൊജക്ട് പിന്നെ നമുക്ക് പണി തരാതിരിക്കാനായിട്ടാണ് ഇപ്പൊ ഞാനത് ഹോൾഡിൽ വെച്ചിരിക്കുന്നതെന്ന് ഓജുവിനോട് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ട് ഓജു ഇപ്പൊ ജഡ്ജ് ഷായുടെ അടുത്ത് തന്റെ ഗ്രൂപ്പ് സ്വന്തമാക്കിയിട്ട് തന്റെ പൈസ എല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പൊ നീ എന്നെ ഒറ്റയ്ക്കാക്കാൻ പോവാണോ എന്ന് ജഡ്ജ് ഷായുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ നിന്നോട് കമ്പൽ ചെയ്ത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലെന്നും നീ തന്നെ വില്ലിംഗ് ആയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൾ ഓരോ എക്സ്ക്യൂസുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതോടുകൂടി ജഡ്ജ് ഷാ അവനെ കൈയൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ഓർഡറുകളൊന്നും ഫോളോ ചെയ്യുന്ന ആളായിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതേസമയം ലോ ഫോമിലാകട്ടെ ആരായിരിക്കും ആ ഒരു ബ്ലാക്ക് നോട്ട്ബുക്ക് തനിക്ക് അയച്ചതെന്ന് ആലോചിച്ച് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് പൊങ്ങ്. ഇതേ സമയത്ത് തന്നെ ഇനി അവരുടെ ടാർഗറ്റ് ഓജുവിന്റെ ഒപ്പം എപ്പോഴും നടക്കുന്ന ആ ഒരു ഗുണ്ടാത്തലവനാണെന്നും എന്റെ അങ്കിളിനെ കൊന്നതുകൊണ്ട് അവന്റെ അടുത്ത് ഞാൻ എന്തായാലും റിവെഞ്ച് ചോദിക്കുമെന്നും പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ പോലും തനിക്ക് മടിയില്ലെന്ന് ഇപ്പൊ ബോങ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഒരു ക്ലബിൽ വെച്ച് കുടിച്ച് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗുണ്ടാത്തലവനെതിരെ ബോങ്ങും അവന്റെ കൂട്ടാളികളും കൂടി എത്തിയിട്ട് അവനെ അവിടെ നിന്നും പിടിച്ച് ഒരു അബാൻഡൻഡ് ആയി കിടക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ കണ്ണും കൈയൊക്കെ കെട്ടിയിട്ടതുകൊണ്ട് തന്നെ അവൻ എവിടെയാണെന്നോ എന്താണെന്നോ അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സമയത്ത് തന്നെ അവനെ വലിയൊരു കുഴിയിലേക്കാണ് കെട്ടി ഇട്ടിരിക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബോങ് അവിടേക്ക് വന്നിട്ട് എന്റെ അങ്കിളിനെ നീ എന്തിനാണ് കൊന്നതെന്നും ആരാണ് നിന്നോട് അതൊക്കെ പറഞ്ഞതും എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ അങ്കിളിനെ കൊന്നത് നീ ആയതുകൊണ്ട് നിന്നെയും ഞാൻ അതുപോലെ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഞാൻ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ നിന്നെ താഴെ ഇടാണെങ്കിൽ 10 നിലകൾക്കടിയിൽ നീ പോയിട്ട് വീഴാന്ന് പറഞ്ഞിട്ട് അവര് ചെറുതായിട്ട് ആ കയറൊന്ന് ലൂസ് ചെയ്തിട്ട് അവനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കൂടിയിട്ട് പറയാനായിട്ട് ബോങ് അവന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ ഇതെല്ലാം ബോങ്ങിന്റെ ആൾക്കാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അവന്റെ അങ്കിളിനെ കുത്തിയിട്ട് പിന്നീട് ആ ഒരു കയറമ കെട്ടിയിട്ടതും ബോങ് വരുന്നേക്കാളും മുമ്പായിട്ട് ആ കയറ് കട്ട് ചെയ്യാനായിട്ട് തന്നോട് പറഞ്ഞത് ഓജു ആണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോ ഒരു ഗുണ്ടാതലവൻ തന്റെ ജീവൻ പേടിച്ചിട്ട് ബോങ്ങിന്റെ അടുത്ത് സത്യം തുറന്നു പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്റെ കയ്യിൽ ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് ഉണ്ടെന്നും ഓജു എന്തെങ്കിലും എന്റെ പുറകിലിട്ട് കുത്തുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് ആ ഒരു ഫോൺ അൺലോക്ക് ചെയ്തിട്ട് അതിലുള്ള ഡാറ്റാസ് നോക്കിയിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്നേക്കാളും മുമ്പ് ഒരു കയറ് ലൂസാക്കിയിട്ട് അവനെ താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇടുമ്പോഴാണ് നേരത്തെ ബോങ് പറഞ്ഞതുപോലെ 10 നിലയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇത് ചെറിയ ഒരു ഡെപ്ത് ആയിരുന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോങ് അങ്ങനത്തെ ഒരു ഐഡിയ പ്രയോഗിച്ചത്. അങ്ങനെ പിന്നീട് അവന്റെ ആ ഒരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഓജു തന്നെ ബോങ്ങിന്റെ അങ്കിളിനെ കൊല്ലാൻ പറയുന്ന ആ ഒരു വീഡിയോ അവന്റെ സൗണ്ടും അവന്റെ മുഖം ഉൾപ്പെടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആ ഒരു ഗുണ്ടാത്തലവന്റെ ഫോണിൽ നിന്ന് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അങ്ങനെ ചെയ്ത എന്തെങ്കിലും തിരിമറികൾ ഇതിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിപ്പോ തന്നെ ഇന്റർനെറ്റിൽ ഇടാനായിട്ട് ബോങ് അവരുടെ അടുത്ത് പറയുമ്പോൾ അതേസമയം ജെയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നടന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ ബോങ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറുന്നതുകൊണ്ടും അവനെ വിളിച്ച് പേഴ്സണലായിട്ട് അവന്റെ പ്രശ്നം എന്താണെന്നും എന്നോട് പറയാൻ പറ്റാത്തായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സോറി ചോദിച്ചിട്ട് ഇപ്പൊ എനിക്ക് നിന്നോട് ഒന്ന് റിവീൽ ചെയ്യാനായിട്ട് പറ്റില്ലെന്നും പറയുമ്പോൾ ജെയ് ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ജഡ്ജ് ഷാ ഓജുവുമായിട്ട് ഇപ്പൊ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചതുകൊണ്ട് അവനെതിരായിട്ടുള്ള കുറച്ച് എവിഡൻസ് ആയിട്ട് അവനൊരു പൊളിറ്റീഷ്യൻ ആയ പിന്നെ തട്ടിയിട്ടുള്ള എല്ലാ ഫണ്ടിന്റെയും ഒരു ലിസ്റ്റ് ഇപ്പൊ പ്രോസിക്യൂഷന് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജെയിനെ അവളുടെ അമ്മ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറന്റ്
റെസ്റ്റോറന്റിൽ വെച്ച് രണ്ടുപേരും കൂടി അങ്ങനെ മീറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടെ വെച്ച് ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ആ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ജയ്ക്ക് ആകെ ശ്വാസമുട്ടും ബ്രീത്തിങ് ട്രബിൾ ഒക്കെ വന്നിട്ട് അവൾ ആകെ ഇറിറ്റേറ്റഡ് ആവുമ്പോൾ അവളുടെ അമ്മ ആദ്യം തന്നെ ആ ഒരു ഫുഡ് ചെക്ക് ചെയ്തിട്ട് അതിൽ പ്രോൺസ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ അവൾ ആംബുലൻസ് വിളിച്ചിട്ട് ജയ് പ്രോൺസിന് അലർജറ്റിക് ആണെന്ന് പറയുമ്പോൾ അത് കേട്ട് ജയ്യും ആകെ തന്നെ ഷോക്ക്ഡ് ആയിട്ട് പോവാണ്. ഉടനെ തന്നെ അവൾക്ക് മിസ് നാവിന്റെ ഒരു കോള് കിട്ടുമ്പോൾ ജയ്യുടെ അമ്മയ്ക്ക് വേഗം തന്നെ അവിടെ നിന്ന് പോവേണ്ടി വരുന്നുണ്ട്.